മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സന്തോഷ നീറവോടെ വാദ്യഘോഷാൽ എൻ ക്രിസ്തൻ വരവേ വീണിടും ഞാൻ താഴ്മയായി ഭക്തിയോടെ നിൻ മഹത്വം കണ്ടു പ്രഘോഷിക്കും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയും കുടിക്കുകയും ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളികേട്ടു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ള ഒരുവനെ അന്വേഷിക്കാം, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തിയെന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നവൻ കണ്ടിരിക്കുന്നു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തിന് സമ്മതം നൽകിയ യെരുശലേമിലെ സന്നിധി സംഘത്തിൻ്റെ ഒരു അംഗമായിരുന്നു, അല്ലെങ്കിൽ യെരുശലേമിലെ തീവ്രവാദികളായ യഹൂദന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളായിരുന്നു ദമസ്കോസുകാരനായ ശൗൽ. അദ്ദേഹത്തിന് യെരുശലേം നല്ല പരിചയമാണ്. കാരണം അദ്ദേഹം ഉന്നത ന്യായപ്രമാണ പഠനത്തിനായിട്ട്, അതായത് ഗമാലിയലിൻ്റെ ആ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹം തർസോസിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നയാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ സമ്മതം നൽകിയത്. എന്തായാലും സ്തെഫാനോസിൻ്റെ മരണത്തോടെ ഒരു വലിയ പീഡയുണ്ടായി. ആളുകളൊക്കെ ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനും ഓടിക്കാനും തുടങ്ങി. അവർ നാടിൻ്റെ നാനാഭാഗത്തേക്ക് ചെതറിപ്പോകാനിടയായി.
ആ സമയത്ത് ശൗൽ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദമസ്കോസിൽ, അതായത് സിറിയയിൽ ഈ മാർഗ്ഗക്കാരായ ആളുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഞാൻ പോയിട്ട് അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ അധികാരപത്രം പള്ളികൾക്ക് എനിക്ക് തരണം. മഹാപുരോഹിതൻ അധികാരപത്രം കൊടുത്തു. ഈ അധികാരപത്രവുമായിട്ട് പരിവാര സമേതനായിട്ട് കുതിരപ്പുറത്താകാം അദ്ദേഹം സിറിയയിലേക്ക് പോവുകയാണ്. ദമസ്കസിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം ചുറ്റുമിന്നി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തെങ്കിൽ അദ്ദേഹം വാഹന മൃഗത്തിൻ്റെ പുറത്തുനിന്ന് താഴെ വീണു, കാഴ്ച നഷ്ടപ്പെട്ടവനായി തീർന്നു. പക്ഷേ കൂടെ പോയ ആളുകൾ എന്തോ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതല്ലാതെ ഇങ്ങനെ വ്യക്തമായി പേര് വിളിക്കുന്നുവെന്നും കേട്ടില്ല. പൗലൂസ് എന്ന് ശൗൽ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? നീ ആരാണ് യഹോവേ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ദൈവത്തിൻ്റേതാണെന്ന് മനസ്സിലായി. ഞാൻ ഉപദ്രവിക്കുന്ന യേശുവിനെയാണ്, പിന്നെന്തുകൊണ്ടാണ് യഹോവ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആരാണ് യഹോവ എന്ന് ചോദിച്ചറിയാം. പോരെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് സ്തേഫാനോസ് മരണസമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശുവിനെ കാണുന്നു, കർത്താവായ യേശു എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നൊക്കെയാണ്. ഇനി അതുവല്ലം ശരിയാണോ? അതുകൊണ്ടാണ് ചോദിച്ചത്, നീ ആരാണ് കർത്താവേ? നീ ആരാണ് യഹോവേ? മറുപടി ഉണ്ടായി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. പൗലോസിൻ്റെ മറുപടി, ഞാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞാൽ, അങ്ങെന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിച്ചു കൊള്ളാം, എനിക്ക് യേശു ദൈവമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ കിടക്കാതെ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ ചെയ്യേണ്ടുന്നത് ദമസ്കോസ് വെച്ച് നിന്നോട് പറയും, അതുകൊണ്ട് നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇതിനു മുമ്പ് പലരും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൽ ഒരു മന്ത്രി സ്നാനപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ രഥത്തിൽ നിന്ന് വീഴുകയോ ഒന്നും ചെയ്തില്ല. അതുപോലെ അതിനു മുൻപ് ഫിലിപ്പോസ് പോയി ശമര്യ പട്ടണത്തിൽ പ്രസംഗിച്ചു. അനേകർ കർത്താവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടു. അവരാരും നിലത്ത് വീണുമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശൗലിന് മാത്രം ഈ കാര്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു നേപ്പർമ പണ്ഡിതനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് യേശു ദൈവമാണ് എന്ന് കൃത്യം മനസ്സിലാക്കത്തക്കവണ്ണം ഉള്ള ഒരു ഇടപെടലായിരുന്നു ഇത്. കാരണം ദാനിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായത്തിൽ ദൈവം ദാനിയേലിനോട് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കാം. ദാനിയേൽ 10:1 മുതൽ. പാർസി രാജാവായ കൊരേശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽശസ്സർ എന്ന് പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടവും ഉള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുമ്പോഴും ഞാൻ സാധുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദി തീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും ആയിരുന്നു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെ ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചു. അവർ ഓടി ഒളിച്ചു.
അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരിക്കുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിലൊട്ടും ബലം ശേഷിച്ചില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി. എനിക്കൊട്ടും ബലമില്ലാതെയും ആയി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ദാനിയേലിന്, അതായത് BC 600 കാലഘട്ടത്തിൽ ദർശനം നൽകിയതിന് തുല്യമായിരുന്നു ഈ ശൗലിനോട് ഇടപെട്ടത്. ന്യായപ്രമാണം നന്നായി പഠിച്ചിട്ടുള്ള ശൗലിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇത് ദൈവം തന്നെയാണെന്നുള്ളതിന്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത്. നീ ദമസ്കൂസിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. ദമസ്കൂസിൽ ഉള്ള ശിഷ്യന്മാരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം പോയിരുന്നതെങ്കിലും അവിടെ 3 ദിവസം സുഖമായി താമസിക്കുവാൻ ഉള്ള ഒരു വീട് നേർവീതി എന്ന തെരുവിൽ ദൈവം ഒരുക്കിയിരുന്നു, യൂദയുടെ വീട്. ആ വീട്ടിലേക്ക് അനന്യാസ് എന്നൊരു ശിഷ്യൻ വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ശൗൽ എന്നൊരാൾ ഇവിടെയുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നു, അവനിപ്പോൾ കാഴ്ചയില്ല, അതുകൊണ്ട് അവന് കാഴ്ച ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശൗലേ സഹോദര എന്ന് വിളിച്ചു. ശൗലിന് മനസ്സിലായി ഞാൻ ഈ വീട്ടിലുണ്ടെന്നുള്ളത്. ഈ അനന്യാസിന് എങ്ങനെ മനസ്സിലായി? തീർച്ചയായിട്ടും യേശു ദൈവമാണ്. ഈ അനന്യാസിൻ്റെ വാക്ക് കേട്ട് ധൈര്യം പ്രാപിച്ച, കാഴ്ച ലഭിച്ച ശൗല് അനന്യാസിൻ്റെ വാക്കനുസരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനാകുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് യേശു പ്രത്യേകം വിളിക്കുകയും ദർശനം നൽകുകയും ചെയ്തത്? ഈ ശൗലിനുള്ള ദർശനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശൗലിനുള്ള വിളിയെന്ന് പറയുന്നത് ഒരു അപ്പോസ്തോലനായിരിക്കാനാണ്. അപ്പോസ്തോലനാണെങ്കിൽ യേശുവിനെ കണ്ടിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ നീചനായിരുന്ന, കൊലപാതകനായിരുന്ന ഈ ശൗലിനെ ദൈവത്തിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു താരമായിട്ട്, ഒരു വിളക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. തീർച്ചയായിട്ടും സത്യാന്വേഷികളായ ആളുകൾക്ക് കർത്താവ് ദർശനം നൽകും. 8-ാം അധ്യായത്തിൽ സത്യാന്വേഷിയായ ആ മന്ത്രിക്ക് ദർശനം നൽകിയ, മന്ത്രിയെ രക്ഷയെങ്കിലേക്ക് നയിച്ച കർത്താവ് 9-ാം അധ്യായത്തിൽ സത്യാന്വേഷിയായ ഈ ശൗലിനെ രക്ഷയെങ്കിലേക്ക് നയിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാടിടും രക്ഷക